ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തു ആരാണ്? വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. ഈ ആദിയിൽ എന്ന് പറയുന്നത് ലോക സൃഷ്ടിക്ക് മുമ്പുള്ള കാലഘട്ടത്തെയാണ്. അതായത് ദൈവം നിത്യത്തിലായിരുന്നപ്പോൾ അവൻ നിത്യ ദൈവമാണ്. ഈ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. കാരണം ആരും ദൈവത്തെ കണ്ടിട്ടില്ല, കാണാൻ കഴിയില്ല. ദൈവം തൻ്റെ വ്യക്തിത്വത്തെയും ഗുണങ്ങളെയും പ്രവൃത്തികളെയും വചനത്തിലൂടെ പ്രകടമാക്കി. കർത്താവായ യേശുക്രിസ്തു നിത്യനാണ്. അവൻ ആദിയിലുണ്ടായിരുന്നു. അതായത് അവന് തുടക്കവും ഒടുക്കവുമില്ല. പാപികളായ നമ്മെ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും അതിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്നും വീണ്ടെടുക്കാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവർ നമുക്കായി രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു. ഈ നിത്യനായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.